ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടോ. വലിയ മഴയൊന്നുമില്ല കേട്ടോ. എന്നാലും വയലൊക്കെ കണ്ടില്ലേ, ഉഴുതു നെല്ലൊക്കെ വിത്തിട്ടു. അങ്ങനെ ഞങ്ങൾ സൽക്കാരത്തിന് പോവുക കേട്ടോ. മാമൻ്റെ മോളെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളാരും കണ്ടിട്ടില്ല കേട്ടോ. അമ്മപ്പോക്കാണ് കേട്ടോ ഇത്. അങ്ങനെ രജിയണ്ണ അവിടെ കണ്ടില്ല. ഞങ്ങൾക്ക് അന്ന് നിശ്ചയത്തിൻ്റെ അന്ന് രജയുടെ പെങ്ങളെ മോളെ കല്യാണം, അതുകൊണ്ട് ഞങ്ങൾ പോകാനില്ല. പിന്നെ അനിയത്തി അഗസ്ത്യമൊഴി വന്നത്, ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ. അപ്പം അനിയത്തിനെ ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടി. അങ്ങനെ വേദസ് കണ്ട ചുന്ദരിയായി വന്നിക്കില്ലേ, ഹെയർ ബാൻഡൊക്കെ വെച്ച്. പിന്നെ മനു വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ അവിടെ അഗസ്ത്യമൊഴി ബസ് സ്റ്റോപ്പിൽ വല്യമ്മയും മരക്കളും മോളും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ വേദസിനെ കൂട്ടി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സൗകര്യം. പിന്നെ ഏതൊരു സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് ഒരു വരുന്ന വണ്ടീനെ വെയിറ്റ് ചെയ്യണമല്ലോ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ വഴി. അപ്പോൾ അവിടെ ആ മുന്നിലത്തെ വീട്ടിലെ കാക്കയാട്ടോ ഒരു ഞങ്ങൾക്ക് പഴുത്ത ചക്ക. ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. നമുക്ക് എന്ത് ഫുഡ് കഴിച്ചിട്ട് ഒരു ബിരിയാണി കഴിച്ചാൽ പോലും ഇത്ര സന്തോഷം ഉണ്ടായി. നല്ല അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, പഴുത്ത ചക്ക കഴിച്ച്. അങ്ങനെ അവിടെ എത്തിയിട്ടോ. നല്ല ഒരു സ്ഥലം കേട്ടോ. ഒരു നമ്മൾ വയനാടൊക്കെ ഫീൽ ചെയ്യില്ലേ, അതുപോലെ എനിക്ക് തോന്നുക കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി, എല്ലാവരെയും വെയിറ്റ് ചെയ്യുക കേട്ടോ. വേദൂസ് ഇറങ്ങിയപ്പോൾ വേദൂസിനെ ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾ ഒരെല്ലാം കൂടി കഥ പറയാം. എന്താ വെച്ചാൽ ആണുങ്ങളുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പെട്ടിയൊക്കെ ഉണ്ട്. ഇതിൽ അലുവയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ മോള് ആർഷേ സുജിത്തും കൂടി ഞങ്ങളെ വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ വരുന്നത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇതാണ് വീട്. പിന്നെ ഞങ്ങൾക്ക് ഹോർലിക്സൊക്കെ തന്നു. ഞങ്ങളതൊക്കെ വാങ്ങി കുടിക്കുകയാണ്. വേദൂസ് നല്ല ഉറക്കട്ടോ. വേദൂസിന് അമ്മ പറയുന്നുണ്ട് ഒരു ക്ലാസ് എടുത്തത്, പക്ഷെ ഉറങ്ങുന്ന ആൾക്ക് എന്തിനാ ഹോർലിക്സിൽ. അങ്ങനെ ആർഷ എല്ലാവരുടെ അടുത്തും വന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമൊക്കെ കാണാൻ, ഇതാണ് അവളുടെ റൂം കേട്ടോ. വേദൂസിനെ കണ്ടാൽ ഞങ്ങൾ കിടത്തി. അങ്ങനെ പിന്നെ മന്തി റൈസാണ് കേട്ടോ. ചിക്കന് കടായി ആണെന്ന് തോന്നുന്നു, ചിക്കൻ ചില്ലി അങ്ങനെ എന്തോ, എനിക്ക് ഇതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഐസ്ക്രീമൊക്കെ ഒരു കൊണ്ടുത്തരുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അവിടുന്ന് എണീറ്റ് അപ്പം നോക്കുമ്പോണ്ട് റിത്തു എന്തൊക്കെയാണ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പൈനാപ്പിൾ എടുത്തിട്ട് അതിൽ ഐസ്ക്രീമിലിട്ടിട്ട് ഓനത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഞങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങൾ കരാറെടുത്താന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ പിന്നെ എല്ലാവരും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ മോൾ വന്നപ്പോഴേക്ക് എണീറ്റിട്ടോ. അപ്പോൾ മോക്കുള്ള ഫുഡും എടുത്ത് ഞങ്ങൾ ഓരോ വീടിൻ്റെ മുന്നിലൊരു കിണറുണ്ട്, കിണറിൻ്റെ അടുത്തേക്ക് വന്ന് എന്നൊക്കെ ഫുഡ് കൊടുക്കാനുണ്ട്. ഇത് അവിടെ വീടിൻ്റെ മുന്നിലുള്ള കവുങ്ങുന്തോട്ടാട്ടോ. എനിക്കിത് കാണുമ്പോൾ തെക്കേപ്പറമ്പിലില്ലേ നമ്മളെ, അതെനിക്ക് തോന്നുന്നു കേട്ടോ, കവുങ്ങുന്തോട്ടം കാണുമ്പോൾ. അങ്ങനെ പിന്നെ ഈ പനേൻ്റെ ഉള്ളിൽ ഫുള്ള് ആണി തറച്ചേക്ക് താഴത്തുനിന്ന് മേലോട്ടോട്ടോളം. ഇതെന്തിനാ ആണി തറച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തോ കുരു പറിക്കാനോ പട്ട പറിക്കാനോ എന്തിനോ ആയിരിക്കും അല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിലൂടെയൊക്കെ നടന്നു. അപ്പോൾ വേദൂസിനോട് ഞാൻ അറിയാതെ പറഞ്ഞു, വേദൂസ് എനിക്ക് ഐസ്ക്രീം കിട്ടിയോന്ന് ചോദിച്ചു. ഐസ്ക്രീമിൻ്റെ കഥ കേട്ടപ്പോൾ ഫുഡ് കഴിക്കുന്ന അവിടെ നിർത്തിയിട്ടോ, അല്ലെങ്കിൽ വലിയ ഫുഡൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഐസ്ക്രീം പിന്നെയൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇത് സുധമാമീൻ്റെ ഏടത്തിൻ്റെ മോനും ഒക്കെയാണ് കേട്ടോ. പിന്നെ രാജീവ് മാമൻ പറയുന്നുണ്ട് ഇന്ന വീഡിയോസ് എടുക്കരുത്. ഞാൻ രാജീവ് മാമനോട് പറയുന്നത് ഡിമാൻഡുള്ളവരൊന്നും വീഡിയോസ് എടുക്കൂല, പക്ഷെ ഞാൻ വീഡിയോസ് എടുത്തിക്ക് കേട്ടോ. രാജീവ് മാമൻ്റെ ചിരി കൊണ്ട് കേട്ടോ വീഡിയോസ് എടുത്തല്ല ഞാനിത് ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യാനും കേട്ടോ, രാജീവ് മാമൻ ഉള്ളത് കൊണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര വള്ളിയും ഒരു കാട് നിറഞ്ഞിറക്കുന്ന ഇതെന്ന് പറയൂല, പക്ഷേ ഫുള്ള് മരങ്ങൾ കേട്ടോ. അങ്ങനെ ഓള് വള്ളി തൂങ്ങുകയാണ്, പക്ഷെ വള്ളി പൊട്ടുന്നു നല്ല ഉറപ്പുണ്ട്, പക്ഷെ വള്ളി വലിയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉള്ള റിസ്ക് ആണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇത് പ്രശാന്ത് മാമനാട്ടോ.
പ്രശാന്ത് മാമനോട് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അവരെ വെയിറ്റ് ചെയ്യണമല്ലോ, ഒരു ഫുഡ് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇവരെ ഫുഡ് കഴിഞ്ഞ് അടുത്ത ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഒരാരും ഇരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേഗം പോകാൻ വേണ്ടി മഴ അങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ. വേദൂസൂർ എത്തുന്നുണ്ടോ അവിടുന്ന് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. അങ്ങനെ ഇവരോട് ഞങ്ങൾ പറയാം, അനിയത്തിനെ തിരുവമ്പാടി കൊണ്ടാക്കുകയും വേണം. തിരുവമ്പാടിയല്ല, പാമ്പഴഞ്ഞപാറ കേട്ടോ. അപ്പം മനു പണിക്ക് പോയ പിന്നെ ഓനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താക്കി വീട്ടിലെ കൊണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഓളോട് ഓളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, എന്നാ വരിക എന്നൊക്കെ ചോദിക്കുന്നു. ഒരു പറഞ്ഞു ഈ മാസം എന്തായാലും ഞങ്ങൾ കൂടില്ല, ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ വരുമ്പോൾ എന്ന്. അങ്ങനെ കേട്ടോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗി കേട്ടോ. ഓളെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം കണ്ട വഴിയാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഈ വഴിയൊന്നും കണ്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ പിന്നെ തിരുവമ്പാടി എത്തിയത് ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നല്ലോണം കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. എന്നാലും എന്തോ ഒരു വേദൂസിനെ കാണുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നില്ല. അങ്ങനെ വേദൂസിന് കേക്ക് വാങ്ങി. പിന്നെ ഇത് ഫുള്ള് ഇതൊന്നും വാങ്ങിയില്ല കേട്ടോ, സ്നാക്സ് ഒന്നും വാങ്ങിയില്ല. മക്കൾ രണ്ടാളും പറഞ്ഞു ഞങ്ങളൊന്നും നല്ല ഫുഡ് വയറ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രജിയാന് ഇത് പറഞ്ഞു, അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഷെയർ ചെയ്ത്. അമ്മ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ വേദൂസിന് ലേസ് കണ്ടപ്പോൾ, ലേസ് അല്ല കേട്ടോ, അത് ബിങ്കോ ആണ്. ഇത് കണ്ടപ്പോൾ ഇത് വേണം, അങ്ങനെ ഇത് വാങ്ങി. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ കൊടുക്കുന്നത് കണ്ട് ഉമ്മ കൊടുത്തിട്ട് കിട്ടിയില്ല കേട്ടോ. കണ്ട പിന്നെ ഒരു ഉമ്മ ചോദിക്കുന്നു, എൻ്റെ വച്ചോടെ ഉമ്മ കൊക്കുന്ന കാണാല്ലേ വേദിച്ചിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരുവമ്പാടി ചായ കുടിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവളെ വീട്ടിലാക്കട്ടെ, വീട്ടിലേക്ക് കൊണ്ടുപോയില്ല കേട്ടോ. പാമ്പഴഞ്ഞപാറ ഇറങ്ങി, മഴ ചാറുന്നുണ്ട് കേട്ടോ. കുടുംബശ്രീക്ക് പോകാണ്ട് നിനക്ക് ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഇറക്കി കേട്ടോ. എന്തോ ഒരു സങ്കടം മാതിരിയായിരുന്നു കേട്ടോ. ഓളിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എന്താ പറയുക, നമ്മളെ ഒന്ന് വിട്ട് പിരിഞ്ഞ് പോകുന്ന ആ ഒരു ഫീലില്ലേ, ഈ ഒരു അനുഭവമായിപ്പോയി. കണ്ടപ്പോൾ വേദൂസ് ഭയങ്കര അടുപ്പവും, വേദൂസ് ടാറ്റ തരുമോ ഉമ്മ തരുമോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഫ്ലൈങ് കിസ് തരുമോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു അങ്ങനെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കണ്ട വേദൂസ് ടാറ്റ ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. വച്ചോണേ ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. പച്ചോണെ അമ്മ കുട്ടിയാണ്, ചുന്ദരിയാണല്ലേ വേദൂച്ച്. അയ്യോ, അത് ഞാൻ വേദൂസിനോട് പറയും പോലെ പറഞ്ഞു പോയതാട്ടോ. വോയിസ് റെക്കോർഡ് കൊടുക്കും പറഞ്ഞേരെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.